അപ്പോൾ ഗൈസ്, നമ്മുടെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ബെഡ്റൂം ഉണ്ടാക്കിയിട്ട് നമ്മുടെ എൻചാൻറ്റിങ് സ്റ്റേഷൻ മാറ്റിയിട്ടുണ്ടായിരുന്നു. അത് റീബിൽഡ് ചെയ്യാണ് ഗൈസ്. അപ്പം മുന്നേ നമ്മൾ ബെഡ്റൂം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അവിടെ ഈ എൻചാൻറ്റിങ് ടേബിളും ഈ ബുക്ക് ഷെൽഫൊക്കെ ആയിരുന്നു അവിടെ ഇരുന്നായിരുന്നത്. അത് ബുക്ക് ഷെൽഫ് പൊട്ടിച്ചെടുത്തപ്പോൾ ബുക്കായിട്ടാണ് കിട്ടിയത്. അത് ഞാൻ ബുക്ക് ഷെൽഫാക്കിയിട്ടാണ് ഇവിടെ വെക്കുന്നത്. ഇത് ഞാൻ എൻചാൻറ്റിങ് സ്റ്റേഷനാണ് ഉണ്ടാക്കാൻ പോണത്. എൻചാൻറ്റ് ചെയ്യണ സ്ഥലമാണ് ഉണ്ടാക്കാൻ പോണത്. മുന്നേ ഞാൻ ഇത് പൊട്ടിച്ച് മാറ്റിയിട്ടുണ്ടായിരുന്നു. അവിടെ ബെഡ്റൂം ആക്കിയിട്ടുണ്ട്. ഇത് പൊട്ടിച്ച് മാറ്റിയെടുത്ത്. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കാണാം. അപ്പോൾ ഞാനാണ് വീഡിയോ എടുക്കുന്നത്. സിദ്ദീസ് പ്രോ മേളിക്ക് ലോഗൊക്കെ വെച്ച് ചെയ്യുന്നുണ്ട് ഗൈസ്. അപ്പം നമുക്കിങ്ങനെ വുഡ് വെക്കാം. അപ്പോൾ സിദ്ദീസ് പ്രോ അവിടെ വെക്കുന്നുണ്ട്. നീക്കി വെക്കി സൈഡിൽ വെക്കുന്നുണ്ട് ഗൈസ് മാറ്റിയിട്ട്. എന്നിട്ട് ഇപ്പോൾ ദേ അവിടെ ലോഗോ വെക്കുന്നുണ്ട്. എല്ലാ ഭാഗത്തും ഡയറക്റ്റ് വെച്ചിട്ട് അപ്പം എല്ലാവരുടെയും ഡയറക്റ്റ് വെച്ചിട്ട് ലോഗോ മേലേക്ക് വെക്കുന്നുണ്ട് ഗൈസ്. എന്നിട്ട് താഴത്ത് ഇറങ്ങിയിട്ട് സിദ്ദീസ് പ്രോ താഴത്തെ ഡയറക്റ്റൊക്കെ പൊട്ടിക്കുന്നുണ്ട്. എന്നിട്ട് അവിടെ നമുക്ക് വേറെ വല്ല ബ്ലോക്ക് വെക്കണം. ഈ ഡയറക്റ്റ് വെച്ചേക്കുന്നത് അത് നമ്മൾ മുകളിൽ ലോഗ് വെക്കാനാണ് ഗൈസ് സിദ്ദീസ് പ്രോ അങ്ങനെ ഡേർട്ട് വെച്ചത്. എന്നിട്ട് അതിൻ്റെ മുകളിൽ അങ്ങനെ ലോഗ് വെച്ചു. പിന്നെ അത് ഇത്തിരിയും കൂടി ഹൈറ്റ് കൂട്ടുന്നുണ്ട് ഗൈസ്. ഒരു ബ്ലോക്കും കൂടി ഹൈറ്റ് കൂട്ടുന്നുണ്ട്. എല്ലാവിടെയും ഒരു ബ്ലോക്ക് അവിടെ കൂട്ടിനി ഇവിടെയും കൂട്ടണം. അപ്പം 3 ബ്ലോക്ക് ഹൈറ്റ് ആവും. അല്ല, ഇതിൻ്റെ ഹൈറ്റ് 3 ബ്ലോക്ക് ആക്കണം. എന്നിട്ട് നമുക്ക് ഇങ്ങനെ ബ്ലോക്ക് വെക്കാം. ബ്ലോക്ക് വുഡ് വെക്കുന്നുണ്ട്, ഓക്ക് വുഡ്. എന്നിട്ട് ആ ഭാഗത്തും കൂടി വെക്കണം ഗൈസ്. ആ സൈഡിൽ ഞാൻ അങ്ങോട്ട് ഇറങ്ങിയിട്ട് കാണിച്ചു തരാം. അവിടെ വെക്കണം ഗൈസ്. അവിടെ ഒരു ബ്ലോക്ക് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അവിടെ യോജിപ്പിച്ചു. ഇനി നമുക്ക് താഴത്തോട്ട് ഇറങ്ങിയിട്ട് ഇവിടെയും കൂടി ഓക്ക് വുഡിൻ്റെ പ്ലാങ്ക്സ് വെക്കണം. സൈഡിലും മുകളിലൊക്കെ ഓക്ക് വുഡിൻ്റെ പ്ലാങ്ക്സ് ആണ് വെക്കണത്. പിന്നെ മുകളിൽ സൈഡിൽ ഞാൻ ഗ്ലാസ് വയ്ക്കാൻ ഉദ്ദേശിച്ചു പർപ്പിളാ ബ്ലൂ വാങ്ങാം. പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കിൻ്റെ പ്ലാങ്ക്സ് തന്നെ വയ്ക്കാമെന്ന്. പിന്നെ എല്ലാ സൈഡിലും ഓക്കിൻ്റെ പ്ലാങ്ക്സ് വെക്കുന്നുണ്ട്. പിന്നെ മേലേക്ക് കയറിയിട്ട് മേലേക്കും വെക്കണം. ഇത് എൻട്രസ് ആയതുകൊണ്ട് ഇവിടെ വെക്കണ്ട ഗൈസ്. ഇതിൽ കൂടെയാണ് നമുക്ക് കയറി വരേണ്ടത്. മേളിലും സിദ്ദീസ് പ്രോ വെക്കുന്നുണ്ട്. പിന്നെ കയറി വരുന്ന സ്ഥലത്ത് നമ്മൾ വാതില ഒന്നും വെക്കണില്ല. നമ്മൾ ഇതിൻ്റെ ഫ്രണ്ടിൽ 2 സൈഡിലും പൂച്ചേനെ കൊണ്ടിരുത്തണം. അത് ഇപ്പം ചെയ്യണില്ല. അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ പറ്റിങ്ങ ചെയ്യാം. പിന്നെ നമ്മൾ എൻട്രൻസ് ആയതുകൊണ്ട് ഓപ്പൺ ആയിട്ട് വെച്ചേക്കാണ്. ചിലപ്പോൾ ക്രീപ്പറൊക്കെ ഉള്ളിലേക്ക് വരാൻ ചാൻസ് കുറവാണ് ഗൈസ്. ഈ എൻചാൻറ്റിങ് ടേബിളിന് വെക്കുന്നോടത്ത് വെളിച്ചമുള്ളടത്ത് ക്രീപ്പറൊന്നും സ്പോണില്ല ഗൈസ്. പിന്നെ ഈ എൻചാൻറ്റിങ് ടേബിളുള്ള സ്ഥലത്ത് വെളിച്ചമൊക്കെ ഉണ്ടാവും. പിന്നെ ഇവിടെ സിദ്ദീസ് പ്രോ സൈഡിലൊക്കെ ഓക്ക് വുഡ് വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇവിടെയും കൂടി വെക്കണം ഗൈസ്. ഇവിടെയും വെക്കുന്നുണ്ട്. ആ സൈഡിൽ വെച്ചിട്ട് ഇവിടെ കൂടി വെക്കുന്നുണ്ട്. ഇവിടെ 9 ബ്ലോക്ക് ഉണ്ട് ഗൈസ്. അപ്പോൾ ഇവിടെ 9 അല്ല ഗൈസ്, 6 ബ്ലോക്ക് ഉണ്ട്. ആ 6 ബ്ലോക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിലും കൂടിയും പ്ലാങ്ക്സ് വെക്കണം. അതിനായിട്ട് ഞാൻ ഡേർട്ട് വെച്ച് ഇങ്ങനെ കയറുന്നുണ്ട്. ഞാനും കയറുന്നുണ്ട് ഗൈസ്. ഇനി നമുക്ക് പ്ലാങ്ക്സ് ഇതിൻ്റെ മുകളിൽ വയ്ക്കാം. ഇതിൻ്റെ മുകളിലത്തെ നമ്മൾ അധികം ഒന്നും യൂസ് ചെയ്യാനൊന്നും എടുക്കില്ല. ഇനി നമുക്ക് ഇങ്ങനെ മുകളിലേക്ക് വയ്ക്കാം. പിന്നെ ഞാൻ താഴത്തോട്ട് മേലേക്ക് കയറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇങ്ങനെ മുകളിലോട്ട് വയ്ക്കണം. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇപ്പോൾ ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക ഗൈസ്. പിന്നെ നമ്മൾ അവിടെ വെച്ചിട്ടുണ്ട്.
അവനോ അതെ നമുക്ക് താഴത്തോട്ട് ഇറങ്ങാൻ കഴിയും. പിന്നെ അടുത്ത ദിവസമായിട്ടുണ്ട്. അപ്പോൾ അടുത്ത ദിവസമായിട്ടുണ്ട്. പിന്നെ ഇവിടെ സിദ്ദീസ് പ്രോ ഇവിടുത്തെ എൻട്രൻസ് ഒക്കെ വെക്കുന്നുണ്ട്. അതിൻ്റെ 4 സൈഡിൽ നമുക്ക് ഓക്ക് പ്ലാങ്ക്സിൻ്റെ സ്റ്റെപ്പ് വയ്ക്കാം. ഓക്ക് വുഡിൽ നിന്ന് ഉണ്ടാക്കുന്ന അതിൻ്റെ സ്റ്റെപ്പ് പിന്നെ വയ്ക്കാം. നമുക്ക് ഇങ്ങോട്ട് കയറാൻ പറ്റും. കയറിയിട്ട് എൻചാൻറ്റിങ് ഒക്കെ ചെയ്യാൻ പറ്റും. ഇങ്ങനെ എൻചാൻറ്റിങ്. പിന്നെ എൻചാൻറ്റിങ് ചെയ്യാൻ ആദ്യം എൻചാൻറ്റിങ് ചെയ്യേണ്ട ടൂൾസാ ആർമർ അങ്ങനെ വയ്ക്കണം. എന്നിട്ട് ഇത്തിരി ലാപ്പിസ് വയ്ക്കണം. പിന്നെ നമ്മുടെ ലെവല് താഴത്ത് കാണിക്കണം ലെവല് അത് കൊടുക്കണം. അപ്പം നമുക്ക് എൻചാൻറ്റിങ് ചെയ്ത ടൂൾസൊക്കെ കിട്ടും. ടൂൾസ് വയ്ക്കണം. 30 ലെവല് വരെ നമുക്ക് കൊടുക്കാൻ പറ്റും. അത്ര ലെവൽ കൊടുത്തു കഴിഞ്ഞാൽ നല്ല എൻചാൻറ്റിങ് ഉള്ള സ്വാഡും ടൂൾസൊക്കെ നമുക്ക് കിട്ടും. പിന്നെ താഴത്ത് മഡിൻ്റെ ഒരു ബ്ലോക്ക് വെക്കുന്നുണ്ട് സിദ്ദീസ് പ്രോ. താഴത്തൊക്കെ വെക്കുകയാണ് സിദ്ദീസ് പ്രോ. നമുക്ക് ഫുഡ് കഴിക്കാൻ കഴിയും. എൻ്റെ ഹെൽത്തൊക്കെ കൂടിയിട്ടുണ്ട്. ഗായ്സ് നമ്മൾ താഴത്തൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ കൂടെ നടക്കാൻ പറ്റും കഴിയും. അപ്പോൾ നമ്മുടെ ഇത്ര സെറ്റായി. പിന്നെ ഇവിടെ നമ്മൾ ഇനി നമുക്ക് അവിടെ ഒരു ഫെൻസ് വയ്ക്കാം. എന്നിട്ട് ഞാനാണ് അവിടെ ഫെൻസ് വെച്ചേക്കുന്നത്. പിന്നെ ഇവിടെ ബ്ലോക്ക് വെച്ച് മൂടാം. നമ്മളിവിടെ പൊട്ടിച്ചിട്ട് ഇനി ബ്ലോക്ക് വെച്ച് മൂടാം. ഇനി താഴത്തോട്ട് ഇറങ്ങാൻ കഴിയും. താഴത്ത് പോയിട്ട് ലാൻഡ് തൂക്കിയിടണം. പിന്നെ ഈ ഫെൻസുള്ള ഭാഗമില്ലേ, ഈ ഫെൻസുള്ളത് അവിടെ ലാൻഡ് തൂക്കിയിട്ടാണ് സിദ്ദീസ് പ്രോ. ലാൻഡ് തൂക്കിയിട്ടിട്ടുണ്ട്. ഇപ്പം നല്ല വെളിച്ചമൊക്കെ കിട്ടുന്നുണ്ട്. ഇപ്പം നമുക്ക് റൂമിലേക്കൊക്കെ വെളിച്ചം കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ ഷെയർ ചെയ്യാനും കമൻ്റ് ഇടാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ടാറ്റ ബൈ ബൈ.